UDF-നൊപ്പവും സ്വതന്ത്രമായും അങ്ങനെ പല രാഷ്ട്രീയ ചുവടുവെപ്പുകളൊക്കെ വെച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് PC ജോർജ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ മുന്നണികളായ LDF-ൽ നിന്നും UDF-ൽ നിന്നും നിരവധി പേർ BJP-യിലേക്ക് പോകുന്ന കൂട്ടത്തിൽ മുൻനിര നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു PC ജോർജ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പല വിമർശകരും പല വിമർശനങ്ങളും ഉയർത്തുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഉന്നതമായൊരു പദവിയിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സംസ്ഥാന തലത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള താഴെ തട്ട് മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള മുഴുവൻ ആളുകൾക്കിടയിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടനാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് ദേശീയ അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. അതായത് BJP-യിൽ ഇപ്പോൾ അടിമുടി തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് സാരം. ആ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ചില മാറ്റങ്ങൾ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാകും. ആ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റത്തിൽ കേരളത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകും. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ ആ ദേശീയ പദവികളിൽ പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അബ്ദുള്ള കുട്ടി ഉള്ളതുപോലെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് അബ്ദുള്ള കുട്ടി ഉള്ളതുപോലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ദേശീയ നേതൃനിരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ദേശീയ നേതൃനിരയിലേക്ക് വരാൻ പോകുന്ന അബ്ദുള്ള കുട്ടിക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PC ജോർജ് ആണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP-യിലേക്ക് വന്ന ഇപ്പോൾ BJP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ക്രൈസ്തവർക്കിടയിലെ BJP-യുടെ മുഖമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് PC ജോർജ്. സ്വാഭാവികമായും ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJP-യെ സംബന്ധിച്ച് കേരളത്തിലടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി PC ജോർജ് അടക്കമുള്ള പല ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്കും വലിയ സ്വീകാര്യതയാണ് BJP ലഭിക്കുന്നത്. അത്തരത്തിൽ മലയോര മേഖലയിലും ക്രൈസ്തവ മേഖലയിലും ഒക്കെ സ്വാധീനമേറെയുള്ള PC ജോർജിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ അത് കേരളത്തിൽ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ഒരു കരുതലിൻ്റെ അല്ലെങ്കിൽ ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ PC ജോർജിനെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ JP നദ്ദ കേന്ദ്രമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് തന്നെ പുനഃസംഘടന ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തെ മാറ്റി പുതിയൊരു നേതാവിനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം അടക്കമുള്ള എല്ലാ നേതൃനിരയും അഴിച്ചുപണിയപ്പെടും. അങ്ങനെ അഴിച്ചുപണിയപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കും PC ജോർജിനെ കാര്യമായ രീതിയിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന വാർത്തയാണ് പ്രാധാന്യമേറെ നൽകിക്കൊണ്ട് പുറത്തു വരുന്നത്. നിലവിലുള്ളത് 10 വൈസ് പ്രസിഡന്റുമാരാണ്. അതിൽ രേഖാ വർമ്മ ഇപ്പോൾ ഡൽഹി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. അബ്ദുള്ള കുട്ടിക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ കൂടി ചുമതലയുണ്ട്. അത്തരത്തിൽ ആ വൈസ് പ്രസിഡന്റുമാരിൽ പലർക്കും മറ്റു ചില പ്രധാനപ്പെട്ട ചുമതലകൾ ഉള്ളതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ദേശീയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. കൂടാതെ പല വൈസ് പ്രസിഡന്റുമാർക്കും മറ്റു ചില ചുമതലകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും ഒരാളെ നീക്കം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിലവിൽ 11ാമത്തെ ഒരു വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ടോ ഒക്കെ ആയിരിക്കും PC ജോർജിനെ പരിഗണിക്കുക എന്ന ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ഷോൺ ജോർജിനും സംസ്ഥാന നേതൃത്വത്തിലേക്ക് അതായത് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു വലിയ പ്രാധാന്യം നൽകും, ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകും. ആ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാകും, ഒരു പദവിയായിരിക്കും. ആ പദവി ലഭിക്കുന്നതോടുകൂടി PC ജോർജിന് കേരളത്തിലുള്ള സ്വാധീനം വർദ്ധിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ BJP-ക്കുള്ളിലെ സ്വാധീനം വർദ്ധിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ മുൻനിരയിലേക്ക് എത്തുവാനോ കാര്യങ്ങൾ വ്യക്തമായി തുറന്നടിക്കുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യമുള്ള ഇപ്പോൾ പുനഃസംഘടനയുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ പുതിയൊരു ആൾ വരുന്നു. അതിനുശേഷം PC ജോർജ് അവിടെ ദേശീയ വൈസ് പ്രസിഡന്റായി മാറുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടാകും, ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കും. അത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ധാരണയുടെ പുറത്ത് തന്നെയാണ് PC ജോർജിനെ ദേശീയ നേതൃനിരയിലേക്ക് പരിഗണിക്കുന്നത്.